ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡോ ഇല്ലാതെ തന്നെ കുനാഫ സേമിയ വെച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടാകാൻ വെക്കാം. അതിലേക്ക് ചൂടായതിനു ശേഷം 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യാൻ വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബട്ടർ മെൽറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 300 ഗ്രാം സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചെറുതായി കൈകൊണ്ട് പൊടിച്ചു കൊടുക്കാം. കൈ വെച്ച് തന്നെ ചെയ്താൽ മതി, സ്പൂണൊന്നും ഉപയോഗിക്കേണ്ട. കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ബട്ടറും സേമിയയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. കുനാഫയ്ക്ക് എപ്പോഴും സേമിയ എടുക്കുമ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ എടുക്കുക. ഇനി ഇതിനൊരു ക്രീം റെഡിയാക്കണം. അതിനായി ഒരു പാനിലേക്ക് 2 കപ്പ് പാല്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ ബാറ്റർ പെട്ടെന്ന് തിക്കായി പോകും. അതിൻ്റെ ഒരു പച്ചമണം പോവുകയും ചെയ്യില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടി തിക്കാവും. ഇനി ഏത് പാനിലാണ് കുനാഫ സെറ്റ് ചെയ്യുന്നത് ആ പാനിലേക്ക് അല്പം ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുക്കാം. കളർ ചേർക്കണമെന്നൊരു നിർബന്ധവുമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ കളർ ചേർക്കാതെയാണ് നല്ലത്. ഞാനിവിടെ ഏതായാലും ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഫില്ലിങ് വരുന്നത് കൊണ്ട് സേമിയ 2 പോർഷനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പോർഷൻ എടുത്ത് നേരത്തെ ബട്ടർ ബ്രഷ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ സേമിയ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പാനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ക്രീം ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗം കവറാകാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നിങ്ങൾക്ക് ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചീസൊന്നും ചേർക്കുന്നില്ല. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സേമിയയുടെ ബാക്കി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. താഴത്തെ ലെയർ സെറ്റാക്കിയ പോലെ തന്നെ ഗ്യാപ്പുകളൊന്നുമില്ലാതെ മേലത്തെ ലെയറും സെറ്റാക്കി എടുക്കാം. ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കായി വരുമ്പോൾ ആ ഗ്യാപ്പിലൂടെ ക്രീമെല്ലാം മുകളിലേക്ക് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പുകൾ ഇല്ലാതെ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ച് സെറ്റാക്കിയാൽ മതി. നല്ല രീതിയിൽ സെറ്റാവും. നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെക്കുന്നത്. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 20-25 മിനിറ്റാണ്. അപ്പോഴേക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുനാഫ റെഡിയായി കിട്ടും. കുനാഫ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം.
അതിനായി 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഷുഗർ സിറപ്പ് തിളച്ച് വരുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. കുനാഫ റെഡി ആയിട്ടുണ്ട്. സേമിയൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിൽ കുനാഫ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും കുനാഫ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.